പറഞ്ഞാൽ വിശ്വാസമുള്ളവൻ രോഗിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നാൽ അവന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ സൗഖ്യം സംഭവിക്കും. കേട്ടോ? ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കണോ? കബർനഹൂമിൽ യേശു ഒരു വീട്ടിനകത്തിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് പോലും ആ വീട്ടിനകത്തേക്ക് കയറുവാൻ കഴിയത്തില്ല, അത്രമാത്രം വീട് നിറഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ അവിടുത്തെ ജനം വിശ്വാസമുള്ളവരായിരുന്നു. അവരെന്ത് ചെയ്തു? മേലത്തെ ഹല്ലേലൂയ ഓടു മാറ്റിയിട്ട് കിടക്കയോടെ അവനെ ഇറക്കി വെച്ചു. കാരണം അവർക്കറിയാം, എൻ്റെ ദൈവം അകത്തിരിക്കുന്ന യേശു കർത്താവ് അവൻ സൗഖ്യമാക്കുന്ന കർത്താവാണ്, അവൻ വിടുവിക്കുന്ന കർത്താവാണ്. അവന് വാക്കുകൊണ്ട് സൗഖ്യമാക്കാൻ കഴിയും, അവന് തൊട്ട് സൗഖ്യമാക്കാൻ കഴിയും, അവന് ഊതി സൗഖ്യമാക്കാൻ കഴിയും. അതുകൊണ്ട് ഞങ്ങൾ വിശ്വാസത്തോടെ ഈ തട്ട് പൊളിച്ച്, ഈ ഓട് പൊളിച്ച് അവനെ ജീവനോടെ കിടക്കയോടെ ഇറക്കി വെക്കുകയാണ്. അവരുടെ വിശ്വാസം കണ്ടിട്ട് ദൈവം അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനുള്ളതാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുക. കബർനഹൂം വിശ്വാസമുള്ളവരുടെ പട്ടണമാണ്. നിന്റെ ഭവനത്തിനകത്ത് വിശ്വാസം വെളിപ്പെട്ടാൽ, നിന്റെ ശുശ്രൂഷയിൽ വിശ്വാസം വെളിപ്പെട്ടാൽ, നിന്റെ സഭയിൽ വിശ്വാസം വെളിപ്പെട്ടാൽ, ആ സഭയിലേക്ക് യേശു കൂടെ കൂടെ വരും. എന്തിനാ? അവന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ, അവന്റെ രക്തത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ, എന്തിനാ? അവന്റെ ആത്മാവിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ, എന്തിനാ? അവന്റെ സൗഖ്യമാക്കുന്ന ശക്തി വെളിപ്പെടുത്തുവാൻ, എന്തിനാ? അവനെ ശുദ്ധീകരിക്കുന്ന ശക്തി വെളിപ്പെടുത്തുവാൻ, എന്തിനാ? അവന്റെ ആത്മാവിന്റെ ശക്തി ശക്തി വെളിപ്പെടുത്തുവാൻ. വിശ്വസിക്കുന്നു. എന്റെ അടുത്ത ശക്തി വർദ്ധിപ്പിക്കാം. കബർനഹൂമിലേക്ക് യേശു വന്നു. എന്തിന്? അവന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തുക. ഹല്ലേലൂയ. അവിടെ ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. ശതാധിപൻ എന്ന് പറഞ്ഞാൽ പടയാളികൾക്ക് അല്ലെങ്കിൽ 100 ഉദ്യോഗസ്ഥന്മാരുടെ മേലുദ്യോഗസ്ഥനായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ശതാധിപൻ. ഹല്ലേലൂയ. അവന് പ്രിയനായ ഒരു ദാസനുണ്ടായിരുന്നു. അവൻ ദീനം പിടിച്ച് മരിക്കാറായിരുന്നു. ഹല്ലേലൂയ. ആ സിറ്റുവേഷനിൽ അവൻ എന്ത് കേട്ടു? യേശുവിന്റെ വസ്തുത കേട്ടു. ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. ഈ ശതാധിപൻ ഒരു സാധാരണക്കാരനല്ല. ഹല്ലേലൂയ. ആവശ്യം പോലെ പണമുള്ളവനാണ്, സ്വാധീനമുള്ളവനാണ്. ഒരു സിനഗോഗ് പണിയണമെങ്കിൽ ഇന്നത്തെ കാലത്ത് ചെലവിൽ കുറഞ്ഞത് ഒരു 50 ലക്ഷം 25 ലക്ഷമെങ്കിലും രൂപ വേണം ഒരു സിനഗോഗ് പണിയുവാൻ. ഹല്ലേലൂയ. ഒരു സിനഗോഗ് ആ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമായി പണിഞ്ഞു കൊടുത്ത പണക്കാരനായ വ്യക്തിയാണ് ആര്? ഈ ശതാധിപൻ. അത് മാത്രമല്ല, അവൻ ജനത്തെ സ്നേഹിക്കുന്നവനാണ്. അവൻ എന്തു പറഞ്ഞാലും ജനം അനുസരിക്കും. അവൻ എന്തുണ്ട്? ഹല്ലേലൂയ. മാൻ പവർ ഉണ്ട്, മണി പവർ ഉണ്ട്. എന്നാൽ എന്തില്ല? സ്പിരിച്വൽ പവർ ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ യേശുവിന്റെ വസ്തുത കേൾക്കുവാൻ തയ്യാറായി. ശ്രദ്ധിക്കണേ. അവനോട് പലരും ഹല്ലേലൂയ സൗജന്യമായി വന്ന പല വസ്തുതകളും പറഞ്ഞു. അവിടുത്തെ മന്ത്രവാദികൾ, അവിടുത്തെ വൈദ്യന്മാർ, അവിടുത്തെ ഹല്ലേലൂയ അവിടുത്തെ വൈദ്യശാസ്ത്രം അവനോട് പല വസ്തുതകളും പറഞ്ഞു. അതൊന്നും കേൾക്കുവാൻ ശതാധിപൻ തയ്യാറായില്ല. അവൻ യേശുവിന്റെ വസ്തുത കേൾക്കുവാൻ തയ്യാറായി. ഇന്ന് രാത്രി യേശുവിന്റെ വസ്തുത കേൾക്കുവാൻ നീ തയ്യാറാകട്ടെ. നിന്നോട് നിന്നെ പോലെ പ്രശ്നങ്ങളുള്ളവർ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, പിശാച് പല കാര്യങ്ങൾ പറയുന്നുണ്ട്, ഹല്ലേലൂയ പ്രസ്ഥാനങ്ങൾ പല കാര്യങ്ങൾ പറയുന്നുണ്ട്, വൈദ്യശാസ്ത്രം പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്നും കേൾക്കുവാൻ തയ്യാറാകണ്ട. യേശുവിന്റെ വസ്തുത കേട്ടാട്ട്. ഹല്ലേലൂയ. യേശുവിന്റെ വസ്തുത എന്താണ്? യേശുവിന്റെ വസ്തുത അവന്റെ നാമത്തിന്റെ ശക്തിയാണ്. യേശുവിന്റെ വസ്തുത അവന്റെ രക്തത്തിന്റെ ശക്തിയാണ്. യേശുവിന്റെ വസ്തുത അവനെ സൗഖ്യമാക്കുന്ന ശക്തിയാണ്. യേശുവിന്റെ വസ്തുത അവനെ ശുദ്ധീകരിക്കുന്ന ശക്തിയാണ്. യേശുവിന്റെ വസ്തുത അവന്റെ വചനത്തിന്റെ ശക്തിയാണ്. യേശുവിന്റെ വസ്തുത അവന്റെ ആത്മാവിന്റെ ശക്തിയാണ്. യേശുവിന്റെ വസ്തുത അവന്റെ പുനരുത്ഥാന ശക്തിയാണ്. യേശുവിന്റെ വസ്തുത കേട്ട് ധൈര്യം പ്രാപിക്കുന്നവർക്കായി സ്തോത്രം. മറ്റെല്ലാം മറന്നാട്ടെ, പിശാച് പറഞ്ഞത് മറന്നാട്ടെ, യേശു പറഞ്ഞു ഏറ്റെടുത്താട്ടെ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്നത് യഹോവയാകുന്നു. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. എന്നാൽ ശക്തനാത്മ മുഖാന്തരം ഞാൻ സകലത്തിനും മുതിയാകുന്നു. നാമോലമേ സ്നേഹിച്ചു മുഖാന്തരം ഇതിലൊക്കെ പൂർവ്വജയം പ്രാപിക്കുന്നു. ശതാധിപന്റെ വീട്ടിൽ യേശുവിന്റെ ആവശ്യകത ഉണ്ടാകുവാനിടയായി. ഹല്ലേലൂയ. പണം കൊടുത്തു വാങ്ങാൻ കഴിയാത്ത ചില കാര്യങ്ങൾ എന്തുണ്ടായി? അവന്റെ ഭവനത്തിൽ ആവശ്യകതയുണ്ടായി. ഹല്ലേലൂയ. അവന്റെ ബാല്യക്കാരന്റെ അവന്റെ സൗഖ്യം പണം കൊടുത്തു വാങ്ങുവാൻ അവന് കഴിഞ്ഞില്ല. അവന്റെ സ്വാധീനം കൊണ്ട് വാങ്ങുവാൻ അവന് കഴിഞ്ഞില്ല. ദൈവത്തിനും മാത്രം ചെയ്യുവാൻ കഴിയുന്ന ആവശ്യകത അവന്റെ ഭവനത്തിൽ കുടുംബത്തിൽ ഉണ്ടാകുവാനിടയായി. യേശുവിനും മാത്രം ചെയ്യുവാൻ കഴിയുന്ന ആവശ്യകതയുള്ളവർ ചിലർ ഇവിടെ ഇരിപ്പുണ്ട്.
വിശ്വസിക്കുമെങ്കിൽ നിനക്ക് വേണ്ടി യേശു കർത്താവ് പ്രവർത്തിക്കുന്ന രാത്രിയാണ്. യേശുവിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന, പണത്തിന് ചെയ്യുവാൻ കഴിയാത്ത, അധികാരങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത, പ്രസ്ഥാനങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത ആവശ്യകത നിന്റെ വീട്ടിലുണ്ട്. അതറിഞ്ഞിട്ടാണ് യേശു നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അവന്റെ നാമത്തിന്റെ ശക്തിയാൽ, അവന്റെ വചനത്തിന്റെ ശക്തിയാൽ പണത്തിന് ചെയ്യുവാൻ കഴിയാത്തത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി യേശു കർത്താവ് ചെയ്യുകയാണ്. അത് വിശ്വാസത്താൽ കണ്ടുകൊണ്ട് ശക്തിയോടെ ഈ മനുഷ്യൻ, അവന്റെ അകത്ത് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം വിളിച്ചു പറയുവാൻ അവൻ തയ്യാറായി. അവന്റെ വിശ്വാസം അവൻ യഹൂദന്മാരോട് വിളിച്ചു പറഞ്ഞു, ഒരു യേശു കർത്താവുണ്ട്, നിങ്ങൾ പോയി പറഞ്ഞാട്ട്, കൂട്ടിക്കൊണ്ട് വന്നാട്ട് അവൻ അത്ഭുതം ചെയ്യുവാൻ കഴിയും. മരിക്കാറായിരിക്കുന്ന അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ യേശു കർത്താവിന് കഴിയുമെന്ന് അവൻ യഹൂദന്മാരോട് വിളിച്ചു പറഞ്ഞു. വിശ്വാസത്തിന്റെ വാക്ക് ശക്തിയോടെ യഹൂദന്മാരോട് പറഞ്ഞു. പിന്നെ ആരോട് പറഞ്ഞു? അല്പം കഴിഞ്ഞപ്പോൾ അവന്റെ സ്നേഹിതന്മാരോട് പറഞ്ഞു, ചെല്ലുക, ഒരു വാക്കു മാത്രം പറഞ്ഞാൽ മതി, ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് പോയി പറയുക. വിശ്വാസ വാക്കുകൾ അവൻ പരസ്യമായി വിളിച്ചു പറഞ്ഞു. ഇന്ന് ആര് വിളിച്ചു പറയും? വിശ്വാസത്തിന്റെ വാക്കുകൾ. എന്റെ ദൈവനെ മാനിക്കുവാൻ പോവുകയാണ്, എന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുവാൻ പോവുകയാണ്. പറഞ്ഞാട്ടെ വിശ്വാസമൊക്കെ വിളിച്ചു പറഞ്ഞാട്ടെ, ഞാൻ ഇപ്രകാരം മുന്നോട്ട് പോവുകയില്ല. 2008 എനിക്ക് അനുഗ്രഹമായിരുന്നു, 2009 അതിലും അനുഗ്രഹമാണ്, 2010 അതിലും അനുഗ്രഹമാണ്, 2010 അതിലും അനുഗ്രഹമാണ്. ശ്രദ്ധിക്കണേ, ആരാണ് അത്ഭുതം കണ്ടത്? ഹല്ലേലൂയ! ആരാ അത്ഭുതം കണ്ടത്? വിശ്വാസ വാക്കുകൾ ഏറ്റുപറഞ്ഞവർ. ശ്രദ്ധിക്കണം കേട്ടോ. ഹല്ലേലൂയ! സ്നേഹിതന്മാരോട് പറഞ്ഞു, ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ മതി, നിങ്ങൾ ചെന്ന് പറയണം, ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അവരെന്ത് ചെയ്തു? അതൊട്ടും കുറച്ചില്ല, അപ്രകാരം ഏറ്റു പറയുവാനിടയായി. ഇന്ന് രാത്രി ഒരുപാട് വിശ്വാസ വാക്കുകൾ ഇതിനകത്തുണ്ട്. ഏലിയാവ് പറഞ്ഞ, ദാവീദ് പറഞ്ഞ, ദാനിയേൽ പറഞ്ഞ ഒരുപാട് വിശ്വാസ വാക്കുകൾ ഈ കൊച്ചു വേദപുസ്തകത്തിനകത്തുണ്ട്. ഇന്ന് ആരും ഏറ്റുപറയുവാൻ തയ്യാറാകും? അത്ഭുതം കണ്ട് മടങ്ങുന്ന രാത്രിയാണ്, ദൈവപ്രവൃത്തി കണ്ട് മടങ്ങുന്ന രാത്രിയാണ്. വിശ്വാസ വാക്കുകൾ ഏറ്റുപറഞ്ഞാട്ടെ. ഏലിയാവ് പറഞ്ഞു, നാളെ ഈ നേരത്ത് ക്ഷാമത്തെ ക്ഷേമമാക്കി മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോവുകയാണ്. പറഞ്ഞാട്ടെ, നാളെ എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ വൻ കാര്യങ്ങൾ. ഓരോ അധ്യായമായിട്ട് അവർക്ക് വായിക്കുവാൻ കഴിയാത്തത് കൊണ്ട് വലിയ ശബ്ദത്തിൽ അത് വായിച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ചു പോകുമ്പോൾ ഹല്ലേലൂയ, ഒരു വാക്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കുവാനിടയായി. ആ വാക്യപ്രകാരമാണ്, യഹോവ എന്റെ ജീവന്റെ ബലം. ഹല്ലേലൂയ! ആ വാക്യം മറികടന്നു പോകുവാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വാക്യം വീണ്ടും പ്രകാശിപ്പിക്കുകയാണ്. അയാൾ വായിച്ചു, യഹോവ എന്റെ ജീവന്റെ ബലം, യഹോവ എന്റെ ജീവന്റെ ബലം, യഹോവ എന്റെ ജീവന്റെ ബലം. ഒരു 10-15 പ്രാവശ്യം ആവർത്തിച്ചു. ആ സഹോദരി അത് ശ്രദ്ധിച്ചു. വാക്യം വായിച്ചു പോകുന്ന ദൈവദാസൻ ഒരു ഭാഗം തന്നെ വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, യഹോവ എന്റെ ജീവന്റെ ബലം. ഹല്ലേലൂയ! ശബ്ദം പുറത്തേക്ക് വിടുവാൻ അവർക്ക് കഴിവില്ല, എന്നാൽ അവ്യക്തമായിട്ട് സംസാരിക്കുവാൻ കഴിയും. അവരോട് ദൈവദാസൻ പറഞ്ഞു, ഞാൻ ഈ വാക്യത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്, എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ സമ്മതിക്കുന്നില്ല. ഹല്ലേലൂയ! ദൈവദാസിയെ, എന്നോട് ചേർന്ന് ഈ വാക്യം ഒന്ന് പറയുവാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടോ? ഹല്ലേലൂയ! അവർ കഴിവില്ല എങ്കിലും അവർ ചെറിയ സ്വരത്തിൽ പറഞ്ഞു, യഹോവ എന്റെ ജീവന്റെ ബലം, യഹോവ എന്റെ ജീവന്റെ ബലം, യഹോവ എന്റെ ജീവന്റെ ബലം. ശബ്ദം ഉയർന്നു വന്നു. അറിയാത്ത സൗണ്ടുകൾ പുറത്തേക്ക് വരുവാൻ തുടങ്ങി. യഹോവ എന്റെ ജീവന്റെ ബലം. അല്പം കഴിഞ്ഞപ്പോൾ അവളുടെ കാലുകൾ ചലിക്കുവാൻ തുടങ്ങി. യഹോവയുടെ ജീവൻ അവരകത്തേക്ക് വ്യാപരിക്കുകയാണ്. ഇന്ന് രാത്രിയും യഹോവയുടെ ജീവൻ അകത്തേക്ക് വ്യാപരിക്കുകയാണ്. യഹോവ എന്റെ ജീവന്റെ ബലം എന്ന് വിളിച്ചു പറ. യഹോവ എന്റെ ജീവന്റെ ബലം. ഒരു ദിവസം കൊണ്ട് ആഴ്ചകളായി കിടപ്പിലായ ആ സഹോദരി സൗഖ്യം പ്രാപിച്ചു നിൽക്കുവാനുണ്ട്. ഹല്ലേലൂയ! നിന്റെ അകത്ത് വിശ്വാസം വെളിപ്പെടട്ടെ. വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറ. ഇന്ന് രാത്രി നിന്റെ സൗഖ്യത്തിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി നിന്റെ പുറപ്പാടിന്റെ രാത്രിയാണ്. ഒരാഴ്ച കാത്തിരിക്കേണ്ട, ഒരു മാസം കാത്തിരിക്കേണ്ട, ഒരു വർഷം കാത്തിരിക്കേണ്ട. അകത്ത് വിശ്വാസം നിറയുമെങ്കിൽ, അഭിഷേകത്തോടെ വിശ്വാസത്തിന്റെ വാക്കുകൾ പുറത്തേക്ക് ഇറങ്ങുമെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ കൊയ്ത്തിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി നിന്റെ പുറപ്പാടിന്റെ രാത്രിയാണ്. വിശ്വാസ വാക്കുകൾ ധൈര്യത്തോടെ വിളിച്ചു